എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. നേരിട്ടു കണ്ട ഒരാൾ നമുക്കൊപ്പം ചേരുന്നു, ദൃക്സാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. അഷ്കറിനൊപ്പം അദ്ദേഹമുണ്ട്. അരുൺ, ഞാൻ നിൽക്കുന്നത് ഈ അപകടം നടന്ന വാഹനത്തിന് മുമ്പിലാണ്. ഈ അപകടം ഇവിടെ നടക്കുമ്പോൾ ഇതൊരു അക്ഷയ സെൻറ്റർ നേരെ എതിർവശമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ്, നമ്മുടെ നാട്ടുകാരനാണ്. എന്താ പേരെന്താണ്? എൻ്റെ പേര് രാകേഷ്. ഇവിടെയാണോ ജോലി? അല്ല, ഞാൻ അക്ഷയ്ക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നത്. ഞാൻ അക്ഷയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഈ ചായക്കടയിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ കയറി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. എന്താ നിങ്ങൾ കണ്ടത്? എന്താണ് ഞങ്ങൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് ഒരു കാലി ലോറി വരുന്നുണ്ടായിരുന്നു. ഒരു അശോക് ലേലൻ്റെ ഞാൻ പെട്ടെന്നൊരു മിന്നായം പോലെ കണ്ടുള്ളൂ. അത് ആ ഒരു ലോറി ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ ബാക്ക് സൈഡ് ഈ സിമെൻറ്റ് വണ്ടിയുടെ ക്യാബിൻ്റെ ഭാഗത്ത് അടിക്കുന്നതായിട്ട് കണ്ട്. ആ മറിഞ്ഞ സിമെന്റ് ലോറിയുടെ അതെ, ഈ ലോറി ഏത് ഭാഗത്ത് വന്നിരുന്നത്? ഇത് പാലക്കാട് ഭാഗത്ത് മണ്ണാർക്കാട് ഭാഗത്തോട്ട് വരുന്ന ലോറിയായിരുന്നു. ഇതിന്റെ ക്യാബിൻ ഡ്രൈവർ സൈഡിലേക്ക് അടിച്ചിട്ട് ഈ വണ്ടിയുടെ നിയന്ത്രണം പോയി. അങ്ങനെ ആ കുട്ടികളുടെയും പോസ്റ്റിന്റെയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ ഒരു അപകടം അവിടെ മതിലിനോട് കൂടി ചേരുന്ന ഒരു ഇതാണ് ഞാൻ കണ്ടത്. ഈ കാലി ലോറി മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അത് ഈ അക്ഷയ്ക്ക് കയറുന്ന ഭാഗത്ത് ഇവിടെ ഒരു കാറ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാർ അങ്ങോട്ട് കയറാനുള്ള അല്ലല്ല, അത് റണ്ണിങ് ചെയ്യുന്ന ആ കാറ് റൺ ചെയ്യുന്ന വണ്ടിയായിരുന്നു. അതിനെ ഓവർടേക്ക് ചെയ്ത് വരാൻ നേരത്താണ് അതിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു. അതിൻ്റെ ബാക്ക് സൈഡ് ഒരു കാൽ ഭാഗം വരുന്ന ഭാഗമാണ് ഇതിൻ്റെ ക്യാബിനിൽ അടിച്ചത്. ആ ലോറിയുടെ ബാക്ക് സൈഡ് മറിഞ്ഞ വണ്ടിയുടെ ഡ്രൈവറിന്റെ ക്യാബിന്റെ ഭാഗത്തേക്ക്. അതിൽ ഈ വണ്ടി നിയന്ത്രണം കൂടിയാണ്. അങ്ങനെ ഈ വണ്ടിയുടെ നിയന്ത്രണം പോയി. ആ കുട്ടികൾ അവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു. അതിന്റെ തൊട്ടപ്പുറത്തൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് അതെ, ഈ ഇവിടെ മറിഞ്ഞു കിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് അതിന്റെ മേളിൽ അതോടുകൂടി അടിച്ചുകൊണ്ട് പോവായിരുന്നു. അങ്ങനെ ആ മതിലിൽ പോയി വണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിന്റെ അടിയിൽ കുട്ടികളുണ്ടായിരുന്നു. വാഹനം മറിഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഒരു 4 കുട്ടികൾ, 2 കുട്ടികൾ അതിൻ്റെ വീലിൻ്റെ അടിയിലും, ഒരു പെൺകുട്ടി കുറച്ച് മാറിയിട്ടും, ഒരു കുട്ടി അതിൻ്റെ അടിയിൽ തന്നെ. അങ്ങനെ 4 കുട്ടികളെയാണ് കാണുന്നത്. അങ്ങനെ 2 കുട്ടികളെ കയറ്റി വിടുമ്പോൾ 2 കുട്ടികളെ കയറ്റി വിടാൻ ഞാനും കൂടി സഹായിച്ചിരുന്നു. അതിൽ കയ്യിൽ ചെറിയൊരു ഫ്ലാച്ചർ കുഴപ്പമില്ല, ഒരു TT ഒക്കെ അടിച്ചിരുന്നു. അങ്ങനെ ആ 2 കുട്ടികളെ കയറ്റി വിടുന്നവരെ ഞാൻ അവിടെ ഉണ്ട്. അതിനുശേഷം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ജനങ്ങളെല്ലാവരും ഒരുപാട് പേര് വന്നു. വണ്ടി ക്രെയിന് വന്നു. വേദനിപ്പിക്കുന്ന കാഴ്ചയാണിത്. ഈ 4 കുഞ്ഞുങ്ങളുടെയും ഒരുമിച്ചുള്ള കാഴ്ച. അവർക്കു നേരെ ഈ അപകടമുണ്ടായ ലോറി